യൂട്യൂബിൽ ഇനി വീഡിയോ ഒന്നും ഇടണ്ട. എനിക്ക് വയ്യ. യൂട്യൂബിൽ ഇനി വീഡിയോ ഒന്നും ഇടണ്ടാന്നാ. പിന്നെ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുള്ള എന്തിനാ? എത്ര ഉറുപ്പിയുടെ മുതലുണ്ട് ഇതൊക്കെ വാങ്ങി വെച്ച എന്തിനാണ്? പിന്നെ ആൾക്കാരെ കമന്റ്സ് നിങ്ങൾ കാണുന്നില്ലേ യൂട്യൂബ് വീഡിയോന്റെ അടിയില്ല? അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അത് ശരി, ആൾക്കാർ പലതും പറയും. നമ്മൾ ഇനി നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ടിനും അഭിപ്രായം രണ്ട് തരത്തിലും വരും. അത് ആൾക്കാരുടെ അഭിപ്രായം നോക്കിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതിപ്പോ നമുക്കൊരു പടച്ചവനായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാർഗമാണ്. അത് ചെയ്യണോണ്ട് എന്താ കുഴപ്പം? ഇക്കോ ഇങ്ങക്കോ പറഞ്ഞോട്ടെ. ഇപ്പൊ മിഞ്ഞാന്ന് നമ്മുടെ മോന്റെ വീഡിയോ ഇട്ട് എന്തോരം കമന്റ് അറിയോ വന്നിട്ടുള്ളത്. പോരാത്തതിന് നാട്ടിലിറങ്ങിയപ്പോ കുറച്ച് ആൾക്കാരെ വക അവിടുന്ന് പരിഹാസം ഉണ്ടായി. സിനിമ നടിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ബഹുമാനിയത്തുള്ള ഇല്ലാത്ത ആൾക്കാരാണ്. നമുക്ക് അള്ളാനെ പേടില്ല, നാളെ ഖബറിന്റെ വിചാരമില്ല, സ്വർഗത്തിൽ പോവാൻ പറ്റൂല. ഇപ്പൊ മോനോടും ഇങ്ങനൊക്കെ പറയുന്നുണ്ട്. പോരാത്തതിന് ഓരോരുത്തരുടെ കമന്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്ത പോലെ. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ആൾക്കാർ പലതും പറയും. പിന്നെ നമ്മളെ ഖബറ് വിശാലാവോ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്ത് പോവോ, നമുക്ക് പിന്നെ നരകം കിട്ടുമോ, നമ്മൾ പടച്ചോനെ ചിന്തയില്ലാത്ത ആൾക്കാർ, ഇതൊക്കെ ആൾക്കാർ പറഞ്ഞോട്ടെ. അതൊക്കെ നമ്മളും പടച്ചോനും മാത്രം ബന്ധമുള്ള കാര്യമാണ്. അത് പടച്ചോൻ നമ്മളുമായിട്ട് മാത്രം മതി. അതിലൊന്നും അവരിടപെടേണ്ട കാര്യമില്ല. അസ്സലാമു അലൈക്കും. ഈ യൂട്യൂബ് ഫാമിലി പ്രസിദ്ധീകരിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസുകൾ ഭൂരിപക്ഷവും സമൂഹത്തിന് നല്ല ഗുണപാഠമുണ്ടാകുന്ന മാതൃകാപരമായ അവതരണങ്ങളും ശൈലികളും അതിൻ്റെ നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിച്ചുള്ള അവതരണം നമുക്കൊരുപാട് പേർക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടാകാം. യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാ മനുഷ്യർക്കും തുറന്ന ഒരു വേദിയാണെന്ന് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അതിൽ ഓരോ മനുഷ്യൻ്റെ അറിവിൻ്റെ ഉറവിടമനുസരിച്ച് നല്ലത് വേണമെങ്കിൽ അങ്ങനെ, ചീത്ത വേണമെങ്കിൽ അങ്ങനെ, സെക്സ് വേണമെങ്കിൽ അങ്ങനെ, അത് ഓരോ മനുഷ്യൻ്റെ സംസ്കാര രീതി അനുസരിച്ചും ശൂന്യത അനുസരിച്ചും ചിലതൊക്കെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സ്വീകരിക്കേണ്ടത് ബഹുമാന്യ മനസ്സുകളാണ്, മനുഷ്യരാണ്. പിന്നൊന്ന് നമ്മൾ അറിയേണ്ടത്, നമുക്ക് എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ട് ഇഷ്ടപ്പെടുന്ന മാതൃകയിലുള്ള ഒരു ഭരണകൂടം സൃഷ്ടിക്കുവാൻ തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പോലും കഴിയത്തില്ല ഈ ലോക ജനതയെ സമത്വമാക്കി ഇഷ്ടപ്പെടുന്ന മാതൃകയിൽ. ആ സ്ഥിതിക്ക് നമുക്കൊരു കാഴ്ചയായിട്ടുള്ള നാടകമോ യൂട്യൂബിൻ്റെ പ്രചരണങ്ങളോ ഇത് കണക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന മാതൃകയിൽ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും? ഒരിക്കലും അത് കഴിയുകയില്ല. കാരണം പൊതുജനം പലവിധമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നമായ സത്യം തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു ഭരണകൂടം നല്ല രീതിയിൽ ലോകം ഭരിച്ചാൽ അതിഷ്ടപ്പെടാത്ത ചില സാമൂഹ്യ ദ്രോഹികളും ആയുധ വ്യാപാരികളും ബോംബ് നിർമ്മാണക്കാരും ഭരിക്കുന്ന ഭരണകർത്താവിൻ്റെ കസേരയുടെ കീഴിൽ ബോംബ് വെച്ച് പൊട്ടിച്ചു കളയും. എന്നാൽ മോശമായിട്ടാണ് രാജ്യഭരണമെങ്കിൽ ചില പാവങ്ങൾ വിശപ്പിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ചില ആക്രമണങ്ങളുടെ ക്രൂരതയേറ്റും കൊടികൾ പിടിച്ചുകൊണ്ട് തെരുവോരങ്ങളിലിറങ്ങി ലാത്തിയടി കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഇഞ്ചിഞ്ചായി സഹോദരത്വമില്ലാത്ത വിധത്തിൽ മരിക്കേണ്ടി വരും. ഈ ഉള്ളടക്കങ്ങൾ പഠിച്ച സർക്കാരിന് എല്ലാ ജനങ്ങളെയും സമത്വമായി, വലിയവനെയും ചെറിയവനെയൊക്കെ ഒരു തരത്തിൽ കണ്ടുകൊണ്ട് സമത്വമായി രാജ്യം ഭരിക്കാമെന്ന് കരുതിയാൽ പണ്ട് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കുമൊക്കെ സംഭവിച്ചതുപോലുള്ള സ്ഫോടനങ്ങൾ സംഭവിച്ച് നികൃഷ്ടമായി മരിക്കേണ്ടിയും വരും. എന്നിരുന്നാലും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ ഇലയ്ക്കും ഉള്ളിലും കേടുവരാത്ത രീതിയിൽ പരമാവധി നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും നീതിപീഠത്തിൻ്റെ മുന്നിൽ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന തുലാസ് ഒരിക്കലും തുല്യമാകാൻ സാധ്യതയില്ല. താഴ്ന്നു നിൽക്കുന്ന തുലാസിൽ നന്മയായാലും തിന്മയായാലും അതിൻ്റെ കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കാനും നേരിടാനുമുള്ള തൻ്റെയിടവും കഴിവും മനക്കരുത്തും ഭരണകർത്താക്കൾ ഏതായിരുന്നാൽ തന്നെയും സഹിച്ചും ക്ഷമിച്ചും ചിലപ്പോൾ തീവ്രപരമായ രീതിയിലും ശക്തമായി നേരിടേണ്ടി തന്നെ വരും. അത് ഒരു സർക്കാരിൻ്റെയും കുറ്റമല്ല, അവർ നമ്മൾ തന്നെ സൃഷ്ടിച്ച സാഹചര്യമാണെന്ന് നാം മനസ്സിലാക്കി പിന്മാറുക.
അതുകൊണ്ട് ഈ യൂട്യൂബ് ഫാമിലിയോടുകൂടി എനിക്ക് ആത്മാർത്ഥമായി പറയാനുള്ളത്, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും ഈ രാജ്യത്ത് നടക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത മാർഗം നന്നായി പോകുന്ന അടിസ്ഥാനം അനുസരിച്ച് രാജ്യ നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുന്നോട്ട് തന്നെ പോവുക. എങ്ങനെയായാലും ഒരു ഭാഗം താന്നേ കിടക്കൂ. അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. അത് ഏത് ജീവിതത്തിലും ഏത് പ്രവർത്തനത്തിലും സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുക. മുന്നേറുക.